തെഹ്റാനിൽ ഇന്നും ഇസ്രായേൽ US സംയുക്ത ആക്രമണം. ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു കനത്ത പ്രത്യാക്രമണം. ഇസ്രായേലിൽ ഇറാൻ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 500 കടന്നു. കറാച്ചിയിലെ US എംബസി പ്രതിഷേധക്കാർ ആക്രമിച്ചു. സുരക്ഷാ സേനയുടെ വെടിവയ്പിൽ 9 പേർ കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്കിൽ നിന്ന് BK സുഹൈലും ദുബൈയിൽ നിന്ന് MCA നാസറും ചേരുന്നു. ആദ്യം നാസറിലേക്ക്. നാസർ, ഇപ്പോഴെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് GCCയിൽ? കാരണം പലയിടത്തും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു UAE എന്ന് പറയുന്നു. ആക്രമണം തുടരുകയാണോ ഇറാൻ? അജിംസ്, വിവിധ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇടവേളകളിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അത്യാഹിതങ്ങളോ അതോടൊപ്പം തന്നെ ആളപായമോ സംബന്ധിച്ച് യാതൊരു റിപ്പോർട്ടുകളും ഒരു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ നേരിയ ചില പരിക്കുകൾ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെ നടന്ന ആക്രമണ സംഭവങ്ങളിലായിട്ട് UAEയിലും മറ്റും റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അതിലപ്പുറത്തുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വലിയ ഒരു അത്യാഹിതങ്ങൾ ഒന്നും തന്നെ ഒരു ഗൾഫ് രാജ്യത്തു നിന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അതേസമയം ആക്രമണങ്ങൾ വിവിധ രാജ്യങ്ങൾക്ക് നേരെ മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അത് കൂടുതൽ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാനമായിട്ടും ഈ അമേരിക്കൻ പൗരന്മാരെയും മറ്റും ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കണം ഈ ഹോട്ടലുകളിലേക്ക് നേരെയുള്ള ആക്രമണം എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ പൗരന്മാരോട് പൂർണ്ണമായിട്ടും ഹോട്ടലുകളിൽ നിന്നും മാറാനുള്ള ഒരു നിർദ്ദേശം US നൽകിയിട്ടുണ്ട്. ഏതായാലും സ്ഥിതിഗതികൾ ഈ മേഖലയിലെ ഇന്നത്തെ രണ്ട് സംഭവങ്ങളാണ് എണ്ണ ടാങ്കറുകൾക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ഒമാൻ സമുദ്രത്തിലാണ്, മറ്റൊന്ന് ഓർമസ് കടലിടുക്കിനോട് ചേർന്നുള്ള സമുദ്രത്തിൽ വെച്ചുകൊണ്ടാണ് രണ്ട് എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടന്നിരിക്കുന്നത്. ഇതിൽ ഒരു എണ്ണ ടാങ്കർ കടലിൽ മുങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ കൂടുതൽ ശക്തമായിട്ടുള്ള സൈനിക നീക്കങ്ങൾ ഒമാൻ സമുദ്രത്തിലും അറേബ്യൻ സമുദ്രത്തിലും ഒക്കെ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് വരുന്നത്. മറ്റു സ്ഥലങ്ങളിൽ നിന്നും വലിയ ശബ്ദം കേൾക്കുന്നതായിട്ട് പ്രവാസികൾ പറയുന്നുണ്ട്. ഈ ശബ്ദം കേൾക്കുന്നത് ശരിക്കും ഇന്റർസെപ്റ്റ് ചെയ്യുന്നതാണോ? മിസൈൽ വരുന്നത് തടയുന്നതാണോ? തീർച്ചയായിട്ടും അല്പം മുമ്പ് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഷാർജയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതേപോലെ ശബ്ദം കേട്ടിരുന്നു. അത് മിസൈലുകളുടെ വരവിന് അതിനെ പ്രതിരോധിക്കുന്ന സമയത്തുള്ള ആ ശബ്ദമാണ് ഒരു വലിയ സ്ഫോടന സ്വഭാവത്തിൽ ആളുകൾ ദുബൈയിലും അതോടൊപ്പം തന്നെ ഷാർജയിലും അബുദാബിയിലും അത്തരം ശബ്ദങ്ങൾ ഏതാണ്ട് ഈ സമയത്തിനുള്ളിൽ 2 or 3 തവണ പല ഭാഗങ്ങളിലും അത്തരം ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിശക്തമായി തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ UAE വളരെ വിജയകരമായിട്ട് പരീക്ഷിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള, അതേസമയം ഇതിന്റെ ചീളുകൾ മറ്റു തെറിച്ചുകൊണ്ട് ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നിപ്പോൾ അബുദാബിയിൽ തന്നെ 2 പേർക്ക് അങ്ങനെ പരിക്കേറ്റതായിട്ട് ഔദ്യോഗിക വാർത്താ ഏജൻസി തന്നെ വാർത്ത പുറത്തു വിട്ടിട്ടുണ്ട്. അതിലപ്പുറത്ത് വലിയ തോതിലുള്ള ഒരു ആക്രമണ സംഭവങ്ങളോ മറ്റോ ഗൾഫിൽ എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്റർസെപ്ഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചീളുകളും മറ്റും തെറിച്ചുകൊണ്ട് ചെറിയ തീപിടുത്തങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിലർക്ക് പരിക്കേൽക്കുന്നുണ്ട്. അതിലപ്പുറത്തേക്കുള്ളൊരു വ്യാപ്തിയുള്ള ഒരു അക്രമ സംഭവങ്ങളോ അത്യാഹിതങ്ങളോ എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അജിംസ്.